ഖുർആനിൻ്റെ മാസ്മരിക വചനങ്ങൾ എഴുതി കുടിച്ചപ്പോൾ സംഭവിച്ച എത്രയോ അത്ഭുതങ്ങൾ നാമൊക്കെ കേട്ടിട്ടുണ്ട്. എത്രയോ സുഖപ്പെടാത്ത രോഗങ്ങൾ ആയാത്തു ഷിഫ എഴുതി കുടിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അത് മാറിയ അനുഭവങ്ങൾ കിതാബുകളിലും കാണാവുന്നതാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇത്തരം ആയാത്തു ഷിഫ, ആയാത്തു സലാമ, ഇങ്ങനെ സലാമത്തിൻ്റെ ആയത്തുകൾ, ഷിഫായിൻ്റെ ആയത്തുകൾ, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ എഴുതി കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിൽ ചില ആളുകളൊക്കെ എഴുതി കുടിക്കുന്ന സമയത്ത് അത് അദബുകേടാണോ, അങ്ങനെ കുടിക്കാൻ പറ്റുമോ, അതേപോലെ തന്നെ അങ്ങനെ കുടിച്ചതുകൊണ്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യൽ അനുവദനീയമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ചൊന്നും കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ് അത്തരം സംശയങ്ങളൊക്കെ വരുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എഴുതി കുടിച്ചതിൻ്റെ പേരിൽ, അത് എഴുതിയിട്ട് നമ്മളത് പ്രതിഫലിപ്പിച്ചതിൻ്റെ പേരിൽ, അതുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ ഒരിക്കലും സുഖപ്പെടാത്ത രോഗം വരെ ശിഫയായതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീഡിയോ കൃത്യമായി കാണുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വിവരണങ്ങൾ ഇതിലൂടെ നമ്മൾ പറയുന്നുണ്ട്. നമുക്കറിയാം ഖുർആനിൽ ഒരുപാട് ഷിഫായിൻ്റെ ആയത്തുകളുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് എന്താ, നുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ അത് ഷിഫയാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ രോഗഷിഫായിന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ബുക്ക് ചെയ്യാതെ വന്നിട്ട് അവർക്ക് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് എത്തുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് എന്നല്ല പറഞ്ഞത്, ചൊവ്വാഴ്ചകളിലാണ് നേരിട്ട് വരാനുള്ള ദിവസം. അത് ചില ചൊവ്വാഴ്ചകളിൽ ഉണ്ടാവില്ല. ഉള്ള ചൊവ്വാഴ്ചകളിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഏകദേശം ഒരു 10-12,000 സ്റ്റാറ്റസ് വ്യൂവും സ്റ്റോറി വ്യൂ ഒക്കെ എല്ലാം കൂടെ കൂടിയിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് അതിലൂടെ നിങ്ങൾക്ക് അപ്ഡേഷൻ മനസ്സിലാക്കാൻ പറ്റും. ശനി ഞായർ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ അതേപോലെ ബുക്ക് ചെയ്യാതെ പലരും വന്നിട്ട് അവർ തിരിച്ചു പോകേണ്ടി വന്നു. ഈ ചൊവ്വാഴ്ച ഇല്ലായിരുന്നു. അപ്പോൾ ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാവർക്കും കാണാൻ സാധിക്കില്ലല്ലോ. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് വലിയ റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാരീരികമായ അസുഖങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ,
നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക ഉപദ്രവങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. അതൊരു സർവ്വരോഗ സംഹാരിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. അത് നമുക്ക് സ്വയം ഓതാവുന്നതാണ് ഇത്തരം ആയത്തുകൾ. അതേപോലെ തന്നെ അത് മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് മന്ത്രിപ്പിക്കാവുന്നതാണ്. അത് 3, 7, 14 ദിവസങ്ങളിൽ 2 നേരമായിട്ടൊക്കെ ചെയ്യിപ്പിക്കാവുന്നതാണ്. അതിനൊക്കെ എങ്ങനെയാണോ നമ്മളോടുള്ള നിർദ്ദേശം അതേപോലെ തന്നെ കൃത്യമായി ചെയ്താൽ അതിൻ്റെ ഫലം ഉറപ്പാണ്, അത് അനുഭവിക്കാൻ സാധിക്കും. അത് വെള്ളത്തിൽ ഓതിയിട്ട് കുടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഓതിയിട്ട് മറ്റുള്ളവർക്ക് കുടിപ്പിക്കാവുന്നതാണ്. അത് നല്ല ശുദ്ധമായ പിഞ്ഞാണത്തിൽ, പ്ലേറ്റിൽ അത് എഴുതിയിട്ട് ആ എഴുതിയത് മായ്ച്ചു കുടിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ആയാത്തുകളുണ്ട്, ഇത്തരം ആയത്തുകൾ. ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകളൊക്കെ അവരുടെ ഈ പ്രഗ്നൻസി ടൈമിൽ പഴയകാലം മുതലേ എഴുതി കുടിക്കുന്നൊരു ശീലമുണ്ട്. ഇതൊക്കെ ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ടാകും. പഴയകാലം മുതൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പതിവാണത്. അപ്പോൾ അത് അവരുടെ സുഖപ്രസവത്തിനൊക്കെ കാരണമാകും എന്ന ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവരതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ പിൻബലവും ഉണ്ട്. ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു തെളിവും കാര്യങ്ങളൊക്കെ സമർത്ഥിച്ച് പറയേണ്ട ഒരു വേദി അല്ലാത്തതായതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് സത്യവിശ്വാസികൾക്ക് കാരുണ്യവും രോഗശമനവുമായിട്ടാണ് വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അവതീർണമായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അത് രോഗശിഫ ആണ്, നമുക്ക് റഹ്മത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. ലോക പ്രശസ്ത ഖുർആൻ പണ്ഡിതന്മാർ, വ്യാഖ്യാതാക്കൾ, അവരിൽപ്പെട്ട വളരെ പ്രസിദ്ധിയാർജിച്ച മഹാനവറുകളാണ് മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളൊക്കെ അവിടുത്തെ തഫ്സീറിൻ്റെ ഗ്രന്ഥത്തിൽ ഈ ആയത്തിനെ വിശദീകരിച്ച് എഴുതിയിടത്ത് ഇതിനെക്കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങൾക്ക് ശമനമാണ്. ശാരീരിക രോഗങ്ങൾക്ക്, ഏത് രോഗം സുഖപ്പെടാനും വിശുദ്ധ ഖുർആൻ കൊണ്ട് ബറക്കത്തെടുത്ത് ചെയ്താൽ മതി. ഖുർആൻ കൊണ്ട് ബറക്കത്തെടുക്കുമ്പോൾ അത് ശാരീരികമായ രോഗങ്ങൾ സുഖപ്പെടാൻ കാരണമാകുമെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു മുഫസ്സിറാണ് മഹാനരായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളും പറയുന്നുണ്ട്, ശാരീരിക രോഗങ്ങൾക്ക് ശമനമാകുന്നത് കൊണ്ട് അതുകൊണ്ട് മന്ത്രിക്കുകയും എഴുതിക്കെട്ടുകയും ചെയ്യാവുന്നതാണ് എന്ന് മഹാനവറുകളും പറയുന്നുണ്ട്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞ ചില ഹദീസുകളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ഉമിനീര് കലർത്തി മന്ത്രിച്ച അനുഭവം പറയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീര് അവിടുത്തെ ചൂണ്ടുവിരലിൽ എടുത്ത് ആ ചൂണ്ടുവിരൽ അവിടുന്ന് ഉമിനീര് കലർന്ന ആ ഒരു വിരല് അത് മണ്ണിൽ ചേർത്തിയിട്ട് അത് മുറിവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് സ്പർശിക്കുകയും പുരട്ടുകയും ചെയ്തിരുന്നതൊക്കെ കാണാം. ഈ ഹദീസൊക്കെ വിശദീകരിച്ച് ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിൽ മന്ത്രിച്ചുകൊണ്ട് അത് ഉമിനീരിൽ കലർത്തിയിട്ട് അത് പുരട്ടിയിരുന്നു. അങ്ങനെ സർവ്വ രോഗങ്ങൾക്കും വേദനകൾക്കും മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ഫത്ഹുൽ ബാരി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ കൊണ്ട് നമ്മൾ നമ്മുടെ ഓരോ വിഷയങ്ങൾക്കും പരിഹാരമായിട്ട് പ്രയോഗിക്കുക നമ്മളൊക്കെ ചെയ്യുന്നതാ. നമ്മളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ. നമ്മൾ ഡോക്ടറെ കാണിക്കുന്നു, ഡോക്ടറെ കാണിക്കലോടുകൂടെ മെഡിസിൻ കഴിക്കലോടുകൂടെ അതിലൊക്കെ ഷിഫയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഷിഫ ലഭിക്കാനൊക്കെ കാരണമാകും ഇത്. നമ്മളിപ്പോൾ എത്ര ഡോക്ടറെ കാണിച്ചാലും മാറാത്ത, കണ്ടെത്താത്ത എത്രയോ രോഗങ്ങളില്ലേ. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാഹിനോട് നന്നായിട്ട് ദുആ ചെയ്യുക. ഇതേപോലെയുള്ള ബറക്കത്ത് നമ്മൾ എടുക്കുക. ഞാനൊരു ചെറിയ സംഭവം പറയുന്നുണ്ട്. ഇങ്ങനെ ബറക്കത്തെടുത്ത് രോഗം മാറിയ എത്രയോ അനുഭവങ്ങളുണ്ട്. വളരെ മഹത്വമുള്ള, ഏറ്റവും ഫലം ലഭിക്കുന്നത് ഖുർആനിൻ്റെ ആയത്തുകളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളാണ്. കുറേ സ്ഥലങ്ങളിൽ വലിയ ക്യാഷൊക്കെ ചിലവഴിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പലരും പല ആത്മീയമായ ചികിത്സാരികളുടെ അടുക്കലും പോയിട്ട് ചൂഷണങ്ങൾക്കൊക്കെ വിധേയമായ എത്രയോ ആളുകളുണ്ട്. നമ്മുടെ അടുക്കൽ അത്തരം ആളുകളൊക്കെ പലപ്പോഴും ഇവിടെ വരാറുണ്ട്. ഉസ്താദേ,
ഇത്ര ലക്ഷം രൂപ വാങ്ങിച്ചു, ഇത്ര ലക്ഷം രൂപ വാങ്ങിച്ചു, എന്നിട്ടൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അതിനുള്ള ഒരുപാട് അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത്ര ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനോളം ഫലമുള്ള മറ്റൊന്നുമില്ല തന്നെ. ഇത് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണല്ലേ. ഇതിലൊക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടാവില്ല. അപ്പോൾ ഖുർആനിൻ്റെ അതുമായി ബന്ധപ്പെട്ട, നമ്മൾ സെഹറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, അത്തരം ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പകർത്തി നോക്കൂ, നല്ല രൂപത്തിൽ ശിഫ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനോ മറ്റു ദിക്റുകളോ അത് ചില പ്രത്യേക മഷി കൊണ്ട് ഈ പിശാച് ബാധയേറ്റവനെയും മറ്റുമൊക്കെ കുടിപ്പിക്കുന്നത്, അതേപോലെ തന്നെ അതൊക്കെ നല്ല ഫലം ലഭിക്കുന്ന എത്രയോ അമലുകളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രസവം പ്രയാസകരമായാൽ അവിടെ ബിസ്മില്ലാഹി എന്ന് തുടങ്ങുന്ന ദിക്ർ, അതങ്ങനെ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഫാസിഖൂൻ വരെ അത് വളരെ വൃത്തിയുള്ള ശുദ്ധമായൊരു പാത്രത്തിൽ എഴുതിയിട്ട് ആ വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുടയുകയൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് സുഖപ്രസവം ലഭിക്കാൻ കാരണമാകും. നമ്മളതിനെക്കുറിച്ച് മുമ്പ് വിശദീകരിച്ചതാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാത്തത്. നമ്മളിന്ന് പറയുന്നത് തന്നെ ഇത്തരം ആയത്തുകളെ കൊണ്ട് നമ്മൾ ബറക്കത്തെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളായ ചില ഫലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മാരക രോഗങ്ങൾ വരെ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് സുഖപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ആ വിശ്വാസത്തോടു കൂടെ ചെയ്യുക. വിശുദ്ധ ഖുർആൻ രോഗങ്ങൾ ഖുർആൻ കൊണ്ട് ചികിത്സിച്ചപ്പോൾ മാരകമായ രോഗങ്ങൾ വരെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്നും അത് സുഖപ്പെട്ടു എന്നും ചരിത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതവണ ഇത് പറഞ്ഞതാണ്. മഹാനവറുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മോൻക്ക് ഒരിക്കൽ ഒരു വലിയ മഹാൻ്റെ അടുക്കലേക്ക് അവരുടെ ഉസ്താദ് അവരുടെ മോൻക്ക് ശക്തമായിട്ടുള്ളൊരു രോഗം ബാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വളരെയധികം അവശതയിലേക്ക് എത്തി എന്നാണ്. ശദീദായ രോഗം ബാധിച്ചിട്ട്, ശക്തമായ രോഗം ബാധിച്ചിട്ട് വളരെയധികം പ്രയാസത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. പ്രയാസത്തിലേക്ക് എത്തി. അങ്ങനെ എത്തിയപ്പോൾ മരണത്തിന് കീഴടങ്ങും എന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ എത്തി. ആ അവസരത്തിലാണ് നിരാശയോടുകൂടെ അന്ന് രാത്രി ഫറഅൽ ഹഖ് സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുകയാണ് ഫിൽ മനാം ഫശക്ക ഇലൈഹി. അങ്ങനെ അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഫഖാല ലഹുൽ ഹഖ് സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു ആയാത്തു ഷിഫായിൻ്റെ ആയത്തുകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഷിഫായിൻ്റെ ആയത്തുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അത് മന്ത്രിച്ചു കൊടുക്കാനും അത് എഴുതിയിട്ട് കുടിക്കാനും വേണ്ടി പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എഴുതിയിട്ടത് കുടിക്കാൻ വേണ്ടി ഷിഫായിൻ്റെ ആയത്തുകൾ പറഞ്ഞു കൊടുത്തത് കുടിച്ചപ്പോൾ ആ രോഗം ഷിഫയായി എന്ന് കാണാവുന്നതാണ്. ആയാത്തു ഷിഫ വ്യത്യസ്തങ്ങളായ എണ്ണങ്ങളിൽ വന്നിട്ടുണ്ട്. 6 എണ്ണം പറയുന്നവർ, 7 എണ്ണം പറയുന്നവരൊക്കെ ഉണ്ട്. നമ്മളൊക്കെ നമ്മുടെ വീഡിയോസിൽ മുമ്പ് എത്രയോ വീഡിയോസുകളിൽ പറഞ്ഞതാണ്. 6 ആയത്തുകളാണ് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൗബയിലെ 14-ാമത്തെ ആയത്ത്, യൂനുസിലെ 57-ാമത്തെ ആയത്ത്, നഹലിലെ 66-ാമത്തെ ആയത്ത്, ഇസ്രായിലെ 82-ാമത്തെ ആയത്ത്, വൈദാ മരിൽതു ഫഹുവ യശ്ഫി എന്ന് പറയുന്ന ആയത്ത്, അതേപോലെ തന്നെ വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയ്യൻ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാതുഹു അഅജമിയ്യുൻ വഅറബിയ്യുൻ ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ എന്ന് പറയുന്ന ആ ആയത്ത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഷിഫായിൻ്റെ ആയത്തുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ബി ഇദ്നില്ലാഹി തആല നമ്മൾ വിശ്വാസത്തോടു കൂടെയാണോ ചെയ്യുന്നത്, തീർച്ചയായും അത് നമുക്ക് വലിയ റിസൾട്ട് ലഭിക്കാൻ കാരണമാകും. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിലേക്കൊക്കെ ഇറങ്ങുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക്, നമ്മളനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക്, എല്ലാ വിഷയങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വലിയ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ, പലരും ഇതിൻ്റെ താഴെ എഴുതി അറിയിക്കുന്നുണ്ട്. ആജിലായ കാമിലായ ഷിഫ നൽകണം അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.